സ്നേഹനിധിയായ ഇടവക ജനങ്ങളെ, നാം ഇന്ന് തിരുനാളിൻ്റെ 3-ാം ദിനത്തിൽ എത്തി നിൽക്കുകയാണ്. കുരിശിലേക്ക് നമുക്ക് നോക്കാം. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് കുരിശ്. ഇന്നും എന്നും അങ്ങനെയാണ്. സ്നേഹം മുട്ടിടുന്ന ഇടങ്ങളിലും സ്നേഹത്തിന് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുന്ന ഇടങ്ങളിലുമൊക്കെ ഒരു കുരിശ് ഒളിഞ്ഞിരിപ്പുണ്ട്. കുരിശ് ത്യാഗത്തിൻ്റെയും ചില വിട്ടുകൊടുക്കലുകളുടെയും ഓർമ്മയാണ്. മറിയം എന്ന യഹൂദ പെൺകുട്ടിയെ നിയമത്തിൻ്റെ കിരാതവാസനങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ ഔസേപ്പ് പിതാവ് സ്നേഹിച്ചു. അന്നോളം ഒരു മനുഷ്യനും കേൾക്കാത്ത, യുക്തിക്ക് നിരക്കാത്ത ചില വെളിപാടുകളൊക്കെ ആ മനുഷ്യൻ ഒരു പുരുഷാനുഭവത്തിലേക്ക് നയിക്കുന്നുണ്ട്. അത് അയാളുടെ കുരിശാണ്. എപ്പോഴത്തെ മനുഷ്യരൊക്കെ ലംബമായി ദൈവത്തിലേക്കും തിരശ്ചീനമായി മനുഷ്യരിലേക്കും വളരുന്നു, അപ്പോഴൊക്കെ അവൻ്റെ ജീവിതത്തിൽ കുരിശുകൾ രൂപപ്പെട്ടു തുടങ്ങുന്നു. ജീവിതത്തിലെ കുരിശുകളൊക്കെ വേദനയുടെ നിരാശയിലല്ലാതെ സ്നേഹത്തിൻ്റെ പ്രത്യാശയിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. ഈ ദിവ്യബലിയിൽ നേതൃത്വം നൽകുന്ന നമ്മുടെ ഇടവകയിലെ എല്ലാ യുവാക്കളെയും സമർപ്പിക്കുന്നു. ഇന്ന് ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ആന്റണി ചിരട്ടശ്ശേരി അച്ഛനെയും വചനം പങ്കുവയ്ക്കാൻ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ക്ലോഡ്വിൻ വിവേല അച്ഛനെയും നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി ജോയി തൈലക്കാട്ടച്ഛനെയും മറ്റ് സഹവികാരികളെയും സഹകാർമ്മികരെയും സമർപ്പിച്ചുകൊണ്ട് അവരോടൊപ്പം നമുക്ക് ഈ ദിവ്യബലിയിൽ പങ്കുകൊള്ളാം. വിശുദ്ധ കുരിശിൻ്റെ കരുണയും സ്നേഹവും ക്ഷമയും എന്ന പുണ്യങ്ങൾക്കായി നല്ലവനായ ദൈവത്തോട് യാചിക്കാം. പ്രവേശന ഗാനത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സമയം അനുതാപമോടെ അണയാമീ ബലിയിൽ ജീവനെ അനുപമസ്നേ ും
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ബഹുമാനപ്പെട്ട വൈദികരെ, തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസൂതിമാരെ, സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ആദ്യമേ തന്നെ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ മഹദീകരണത്തിൻ്റെ തിരുനാളിൻ്റേതായിട്ടുള്ള എല്ലാവിധ പ്രാർത്ഥനാശംസകളും നന്മകളും നേരുകയാണ്. സ്നേഹനിറഞ്ഞവരെ, ഒരു കത്തോലിക്ക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കുരിശ് എന്നത് രക്ഷയുടെ അടയാളമാണ്, സംരക്ഷണമാണ്. തങ്ങളുടെ ജീവിതം മഹത്രീകൃതമാക്കിയ ഈശോനാഥൻ കുരിശിനെ നന്മയാക്കി മാറ്റിയ അതിൻ്റെ രക്ഷയുടെ വലിയ അടയാളമാണ് കുരിശ്. നമ്മളുടെ അനുദിന ജീവിതത്തിൽ കുരിശ് അടയാളം വരച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രാർത്ഥനയും ആരംഭിക്കുന്നത്. ചെറിയ കുരിശടയാളവുമുണ്ട്, വലിയ കുരിശടയാളവുമുണ്ട്. ചെറിയ കുരിശടയാളം എന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്നുള്ളതാണ് ചെറിയ കുരിശടയാളം. ഇനി വലിയ കുരിശടയാളം എന്നത്, സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഒരു ദിവസം ആരംഭിക്കേണ്ടതും ഒരു ദിവസം അവസാനിപ്പിക്കേണ്ടതും ഈ വലിയ കുരിശടയാളം വരച്ചുകൊണ്ടാണ്. അത് ഇപ്രകാരമാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വലിയ കുരിശടയാളം വരയ്ക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, ഇത് വലിയൊരു പ്രാർത്ഥനയാണ്, വലിയ സംരക്ഷണത്തിൻ്റെ ഒരു പ്രാർത്ഥന തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മളെ ഓരോരുത്തരെയും, നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ശരീരത്തെയും വിശുദ്ധീകരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. കാരണം നമ്മൾ നെറ്റിത്തടങ്ങളിൽ കുരിശ് വരക്കുന്നതിലൂടെ കർത്താവേ എൻ്റെ വിചാരങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്നും, അതരത്തിൽ കുരിശ് വരയ്ക്കുന്നതിലൂടെ കർത്താവേ എൻ്റെ വാക്കുകൾ വിശുദ്ധീകരിക്കണമേ എന്നും, ഹൃദയത്തിൽ കുരിശ് വരയ്ക്കുന്നതിലൂടെ കർത്താവേ എൻ്റെ വികാരങ്ങളെ വിശുദ്ധീകരിക്കണമെന്നുമാണ് പ്രാർത്ഥിക്കുന്നത്. ചില്ലറ പ്രാർത്ഥനയൊന്നുമല്ല സ്നേഹം നിറഞ്ഞവരെ നമ്മൾ കുരിശടയാളം, വലിയ കുരിശടയാളം വരയ്ക്കുന്നതിലൂടെ ചൊല്ലുന്നത്. എൻ്റെ വിചാരങ്ങളെ, എൻ്റെ വാക്കുകളെ, എൻ്റെ വികാരങ്ങളെ, ഇവ മൂന്നിനെയും വിശുദ്ധീകരിച്ച്, എന്നിട്ട് നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നാണ് പറയുന്നത്. എൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും വാക്കുകളെയും വിശുദ്ധീകരിച്ച് ത്രിത്വൈക ദൈവത്തിന് എന്നെ തന്നെ അടിയറവ് പറയുന്നു എന്നതിൻ്റെ അടയാളമാണ് സ്നേഹം നിറഞ്ഞവരെ കുരിശടയാളം എന്നുള്ളത്. നമ്മൾ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ കുരിശടയാളത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമുക്ക് വരക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഈശോനാഥൻ ഉദ്ബോധിപ്പിക്കുന്നത് കുരിശുകളെ മാറ്റിവെക്കാനല്ല, കുരിശിനെ ചങ്കോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോ എപ്രകാരമാണ് കുരിശിനെ മഹത്വത്തിൻ്റെ അടയാളമാക്കി മാറ്റിയത്, നമ്മുടെ എല്ലാവരുടെയും വിശുദ്ധീകരണത്തിൻ്റെ അടയാളമാക്കി മാറ്റിയത്, അത് കണക്ക് നമ്മളുടെ അനുദിന കുരിശ് ഈശോയുടെ തിരുക്കുരിശിനോട് ചേർത്ത് വെച്ച്
ഈശോയുടെ പിന്നാലെ മഹത്വീകരണത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള 3 നിയോഗങ്ങളും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ ഇടവകയിലെ ഇന്നത്തെ ദിവ്യബലിക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ ഇടവകയിലെ എല്ലാ യുവാക്കളെയും അവരുടെ ഭാവി ജീവിതത്തെയും വിശുദ്ധീകരിക്കണമേ കർത്താവേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ്യബലിയിൽ നമുക്ക് പങ്കെടുക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടേണ്ടതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വീഴ്ചയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ വീഴ ആകയാൽ നിധികനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാനവന്മാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം വിരിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ദൈവത്തിനോ മഹത്വം. ദൈവമേ കർത്താവേ
കർത്താവേ, മാനവരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങ് ഏകജാതൻ പുരുഷൻ സഹിക്കണമെന്ന് അങ്ങ് തിരുവുള്ളമായല്ലോ. ഭൂമിയിൽ അവിടുത്തെ രഹസ്യം ഗ്രഹിക്കുന്ന ഞങ്ങളെ സ്വർഗത്തിൽ അവിടുത്തെ പരിത്രാണത്തിന്റെ ഫലം കൈവരിക്കാൻ അർഹരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്നു അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. സംഖ്യാപുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് ഏതോ ചുറ്റിപ്പോകാൻ ഹോർ മലയിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള വഴിയിൽ ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ ജനം അക്ഷമരായി. ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതെന്തിനെ? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം നിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു. ജനം മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ച് ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പമുണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പമുണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ പ്രവർത്തികൾ വിസ്മരിക്കരുത്. കർത്താവിൻ്റെ പ്രവർത്തികൾ വിസ്മരിക്കരുത്. എൻ്റെ ജനമേ, എൻ്റെ ഉപദേശം ശ്രവിക്കുക, എൻ്റെ വാക്കുകൾക്ക് ചെവി തരുക. ഞാനൊരു ഉപമ പറയാം, പുരാതന ചരിത്രത്തിൻ്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം. കർത്താവിൻ്റെ പ്രവർത്തികൾ വിസ്മരിക്കരുത്. അവിടുന്ന് അവരെ വധിച്ചപ്പോൾ അവർ അവിടത്തെ തേടി. അവർ അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് തീവ്രതയോടെ തിരിഞ്ഞു. ദൈവമാണ് തങ്ങളുടെ അത്ഭുതശിലയെന്നും അത്യുന്നതനായ ദൈവമാണ് തങ്ങളെ വീണ്ടെടുക്കുന്നവനെന്നും അവർ അനുസ്മരിച്ചു. കർത്താവിൻ്റെ പ്രവർത്തികൾ വിസ്മരിക്കരുത്. എങ്കിലും അവരുടെ സ്തുതി കപടമായിരുന്നു. അവരുടെ നാവിൽ നിന്ന് വന്നത് നുണയായിരുന്നു. അവരുടെ ഹൃദയം അവിടത്തോട് ചേർന്ന് നിന്നില്ല. അവിടുത്തെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തിയില്ല. കർത്താവിൻ്റെ പ്രവർത്തികൾ വിസ്മരിക്കരുത്. എങ്കിലും കാരുണ്യവാനായ അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ക്ഷമിച്ചു, അവരെ നശിപ്പിച്ചില്ല. പലപ്പോഴും അവിടുന്ന് കോപമടക്കി, തൻ്റെ ക്രോധം ആളിക്കത്താൻ അനുവദിച്ചില്ല. കർത്താവിൻ്റെ പ്രവർത്തികൾ വിസ്മരിക്കരുത്. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും യേശു ക്രിസ്തു ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു ദൈവവുമാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാമങ്ങളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ കുരിശുമരണത്താൽ ലോകം വീണ്ടെടുത്ത് രക്ഷിച്ചു. ഹല്ലേലൂയ. Hallelujah, hallelujah, hallelujah.
കർത്താവ് നിങ്ങളോടുകൂടെ. ഞാൻ അവനോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു നിക്കോദെമോസിനോട് അരുളി ചെയ്തു, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കുവാനാണ്. കർത്താവിൻ്റെ സുവിശേഷം. സ്തുതി, അങ്ങേക്ക് സ്തുതി. ദിവ്യബലിയുടെ മുഖ്യ കാർമ്മികനായിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട ടോമിറ്റച്ചൻ, സ്നേഹബഹുമാനപ്പെട്ട സഹോദര വൈദികരെ, തിരുനാളേറ്റെടുത്ത് നടത്തുന്ന പ്രസിദ്ധന്മാരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ലോകത്തിന് പൂർണ്ണമായി മനസ്സിലാകാത്ത ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ ദോഷത്വമെന്ന് തോന്നുന്ന, പരാജയമെന്ന് തോന്നുന്ന കുരിശിനെയാണ് നാം ഇന്ന് ഈ തിരുനാളിലൂടെ മഹത്വപ്പെടുത്തുന്നതും വാരിപ്പുണരുന്നതും ചങ്കോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ കുരിശിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: പിന്നെയോ ഞങ്ങൾ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു. യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു. ഇതുകൊണ്ടാണ് യഹൂദർക്ക് ഇടർച്ച. കുരിശിൽ മരിച്ചവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് വിശ്വസിച്ചിരുന്ന, തിരുവെഴുത്ത് പ്രകാരം വിശ്വസിച്ചിരുന്ന യഹൂദ ജനത്തിന് കുരിശിൽ മരിച്ച ക്രിസ്തുവിനെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിച്ചില്ല. കാരണം കുരിശിൽ മരിച്ചവൻ ശബ്ദനാണ് എന്ന് വചനം പറയുമ്പോൾ എങ്ങനെ കുരിശിൽ മരിച്ച ക്രിസ്തുവിനെ യഹൂദർ അംഗീകരിക്കും? അതാണ് ചോദ്യം. അതുകൊണ്ടാണ് യഹൂദർക്ക് കുരിശ് ഒരിടർച്ചയായിരിക്കുന്നത്. വിജാതിയർക്കത് മോശത്വമാണ്. കാരണം കുരിശിൽ തറച്ച് കൊന്നവനെ, കുരിശിൽ പരാജയപ്പെട്ടവനെ എങ്ങനെയാണ് ഇത്രമേൽ അംഗീകരിക്കാനാവുക, ഇത്രമേൽ സ്നേഹിക്കാനാവുക? കുരിശിൽ പരാജയപ്പെട്ടവന് എങ്ങനെയാണ് ഇത്രയും പിന്തുടർച്ചക്കാരുണ്ടാവുക എന്ന് ഈ വിജാതിയർക്ക് ഒരിക്കലും മനസ്സിലാകില്ല. ഈ രണ്ട് ഇടർച്ചയും ഈ മോശത്വവും എന്നത് വിചാരം മാറിക്കിട്ടണമെങ്കിൽ ഉദ്ധാനത്തിൻ്റെ രഹസ്യം എന്തെന്ന് മനസ്സിലാക്കിയവർക്ക് മാത്രമേ ഈ രണ്ട് പ്രതിബന്ധങ്ങളെയും മറികടക്കാൻ സാധിക്കുകയുള്ളൂ. കുരിശിൽ മരിച്ചവൻ ശപിക്കപ്പെട്ടവനാണെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നത് ശരി തന്നെ.
അത് മറികടക്കാനാണ് ഈ കുരിശിൽ മരിച്ച ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. അങ്ങനെയാണ് ആ ശാപം ഇല്ലാതായി പോകുന്നത്. അതുകൊണ്ടാണ് കുരിശിൽ മരിച്ചിട്ടും ക്രിസ്തു ശപിക്കപ്പെട്ടവനാകാതിരുന്നത്, ക്രിസ്തു മഹത്വപ്പെട്ടവനായത്. അതുകൊണ്ടാണ് കുരിശ് പരാജയമല്ല, കുരിശ് ഒന്നിൻ്റെയും അവസാനമല്ലെന്ന് ഉത്ഥാനമാണ് തെളിയിച്ചത്. ഉത്ഥാനമാണ് അതിനുള്ള തെളിവ്. അതുകൊണ്ടാണ് നമ്മൾ കുരിശിനെ ചങ്കോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ കുരിശിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് ആത്മവിശ്വാസത്തോടെ ഏറ്റുപറയുന്നത്. തൻ്റെ പ്രിയപ്പെട്ടവൻ മരണമടഞ്ഞ് ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു ചെറുപ്പക്കാരിയായ വിധവ, അവൾ ജീവിതത്തിൻ്റെ മുന്നിൽ സ്വരുക്കൂട്ടി വെച്ച സ്വപ്നങ്ങളൊക്കെ ഒരു ചില്ലുകൊട്ടാരം പോലെ ചിതറിയില്ലാതാകുന്നത് ഒരു നിമിഷം കൊണ്ട് നോക്കി നിൽക്കേണ്ടി വന്നു. അവളുടെ ജീവിതം തകർന്നുപോയി. തൻ്റെ പ്രിയപ്പെട്ടവൻ അകാലത്തിൽ മരിച്ചുപോയി. ഇങ്ങനെ ജീവിതത്തിൽ നിരാശയിൽ കഴിഞ്ഞ ഒരു വിധവയുടെ അടുക്കലേക്ക് അവരുടെ വികാരിയച്ഛൻ അവരുടെ വീട്ടിലേക്ക് ആ മരണത്തിന് ശേഷം കടന്നു വന്നു. അവരോടൊന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിന് വാക്കുകൾ ഉണ്ടായിരുന്നില്ല. കാരണം എന്ത് വാക്കുകൾ കൊണ്ട് ഒരു വിധവയെ ആശ്വസിപ്പിക്കാൻ സാധിക്കും? അതും ചെറുപ്പക്കാരിയായ ജീവിതം തുടങ്ങി അധികമാകാത്ത ഒരു മകളോട് തൻ്റെ ഭർത്താവിൻ്റെ മരണത്തെ സംബന്ധിച്ച് എന്ത് വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കാൻ പറ്റും? വികാരിച്ചൻ ഒന്ന് മാത്രം പറഞ്ഞിട്ട് പോയി, മകളെ, നിന്നോട് വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കാൻ എനിക്ക് അറിയില്ല, എങ്കിലും ഞാൻ നിനക്കൊരു വഴി പറഞ്ഞു തരാം. നിനക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ, നിനക്ക് ഈ വേദന താങ്ങാൻ പറ്റാതെ വരുമ്പോൾ, നീ ഇവിടെ വന്നിരുന്ന വീട്ടിലെ കുരിശ്, നാട്ടപ്പെട്ട കുരിശിലേക്ക് കൈ ചൂണ്ടിയിട്ട് വികാരിച്ച് പറഞ്ഞു കൊടുത്തു, മോളെ, നിനക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ നീ ഇവിടെ ഇരുന്ന് ഈ കുരിശിലേക്ക് വെറുതെ നോക്കിയിരിക്കുകയാണ്. നീ ഒന്നും ചെയ്യണ്ട, നീ കരഞ്ഞുകൊള്ളുക, പക്ഷേ നീ കുരിശിലേക്ക് നോക്കിയിരിക്കുകയാണ്. അവളത് ശിരസാ വഹിച്ചു. അവളുടെ സങ്കടം താങ്ങാനാകാത്ത നിമിഷങ്ങളിൽ അവൾ ഓടി വന്ന് ആ കുരിശിലേക്ക് കണ്ണു നട്ടിരുന്നു. പതിയെ പതിയെ അവൾ തിരിച്ചറിഞ്ഞു, തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു മലവെള്ളം ഒഴുകിപ്പോകുന്നത് പോലെ സാവധാനം ഈ ദുഃഖമെല്ലാം ഈ കുരിശ് ആവാഹിച്ചെടുക്കുന്നത് പോലെ അവളുടെ ഹൃദയം തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മരണത്തെ, ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മരണത്തോടുള്ള സമരസപ്പെടലായി അവൾ മനസ്സിലാക്കാൻ തുടങ്ങി. അവൾ തിരിച്ചറിഞ്ഞു, തനിക്ക് തൻ്റെ പ്രിയപ്പെട്ടവനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയിട്ടില്ല, മറിച്ച് അവൻ ക്രിസ്തുവിനോടുകൂടെയാണ്. മരിച്ചാലും ജീവിച്ചാലും നാം ക്രിസ്തുവിനുള്ളവരാണ്, നാം ക്രിസ്തുവിലാണ് എന്നവൾ തിരിച്ചറിയാൻ തുടങ്ങി. അവളുടെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി, അവളുടെ പ്രത്യാശ വർദ്ധിച്ചു. ആ മനുഷ്യൻ എന്ന നിലയിലുള്ള നിരാശ അവളിൽ നിന്ന് ദൂരെ പോയി. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു ദാനമാണ് ഈ കുരിശ്. എന്തുകൊണ്ട് നമ്മൾ ഈ കുരിശിനെ സ്നേഹിക്കണം? എന്തുകൊണ്ട് നമ്മൾ കുരിശ് വരച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആരംഭിക്കുന്നു? തുടക്കത്തിൽ അച്ഛൻ പറയുകയുണ്ടായല്ലോ, കുരിശ് വരച്ചുകൊണ്ടാണ് നമ്മളൊരു ദിവസം ആരംഭിക്കുന്നത്. സഭയിലെ എല്ലാ കുദാശകളും പരികരണം ചെയ്യുമ്പോൾ, എല്ലാ കുദാശ അനുകരണങ്ങളും പരിഗണനം ചെയ്യുമ്പോൾ അവയൊക്കെ കുരിശിൻ്റെ നാമത്തിലാണ്. കുരിശ് വരച്ചുകൊണ്ട് ആരംഭിക്കുകയും കുരിശ് വരച്ച് ആശീർവദിച്ച് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ? കുരിശാണ് നമ്മുടെ ഉറവിടം. കുരിശാണ് നമ്മുടെ ഉറവിടം. രക്ഷിക്കപ്പെട്ട ക്രിസ്തുവിന് വേണ്ടി രക്ഷിക്കപ്പെട്ട് നേടിയെടുക്കപ്പെട്ടവരെന്ന അർത്ഥത്തിൽ ക്രിസ്ത്യാനി ജന്മം കൊള്ളുന്നത് കുരിശിന്റെ ചുവട്ടിലാണ്. സഭാപിതാക്കന്മാരെ, പ്രത്യേകിച്ച് ക്രിസോസ്റ്റം, കർത്താവിന്റെ കുരിശിനെ ആദിയില് ഏദൻ തോട്ടത്തില് ആദത്തെ ഉറക്കി കിടത്തിയിട്ട് അവന്റെ വാരിയലുകളിൽ ഒന്നെടുത്ത് അവയ്ക്ക് രൂപം നൽകുന്നതിനോടാണ് കർത്താവിന്റെ കുരിശുവിനടുത്ത് സഭാപിതാക്കന്മാര് ഉപമിച്ചിരിക്കുന്നത്. ആദത്തെ മയക്കി കിടത്തി അവന്റെ വാരിയല്ലുകളിൽ ഒന്നെടുത്ത് ദൈവം ഹൗവയ്ക്ക് രൂപം നൽകി. കുരിശിൽ അവന്റെ ഹൃദയം കുത്തിപ്പിളർത്തിക്കൊണ്ടാണ്, അവിടെ നിന്ന് ഒഴുകിയിറങ്ങിയ ചോരയും നീരിലുമാണ് സഭ ജന്മം കൊള്ളുന്നത്. അതുകൊണ്ടാണ് ലൂക്കാസ് സുവിശേഷകൻ ഈ പരിശുദ്ധ അമ്മയെ ഈശോയുടെ ജന്മത്തിന് കാരണമായവളായി ചിത്രീകരിക്കുന്ന സുവിശേഷത്തിലെങ്കിൽ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ എഴുതുമ്പോൾ
സഭയുടെ ആരംഭത്തിൽ പരിശുദ്ധ അമ്മയെ കുരിശിന്റെ ചുവട്ടിൽ എന്നതുപോലെ ബന്ധക്കുസ്തായിലും പരിശുദ്ധ അമ്മയെ അവിടെ കാണിക്കുന്നത്, അവിടെ വരച്ചു ചേർക്കുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ എടുത്തു പറയുന്നത് ഈ ആദ്യ ബന്ധക്കുസ്ത യഥാർത്ഥത്തിൽ ആത്മീയ അർത്ഥത്തിൽ നടന്നത് ക്രിസ്തുവിന്റെ ജനനം പരിശുദ്ധ അമ്മയിൽ നിന്നെന്നതുപോലെ ക്രിസ്ത്യാനികളായ നമ്മുടെ ഓരോരുത്തരുടെയും ജന്മം ഈ കുരിശിന്റെ ചുവട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അവന്റെ മാറ് പിളർന്നിട്ടാണ്, അവിടെ നിന്നാണ് നമ്മളുടെ ജീവനും രക്ഷയും പുറപ്പെട്ടത്. നമ്മൾ ഓരോരുത്തരും ഒരു ക്രിസ്ത്യാനിയായി രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനി, അവൻ ക്രിസ്ത്യാനി ആയിരിക്കുന്നത് കൂദാശകളുടെ ബലത്തിലാണ്. നമ്മളൊക്കെ ക്രിസ്ത്യാനിയായി ജീവിക്കേണ്ടത് കൂദാശകളുടെ ബലത്തിലാണ്. അവിടെ പ്രധാനമായും ഈ കൂദാശകൾ നമ്മെ നയിക്കുന്നത് ജ്ഞാനസ്നാനത്തിൽ നിന്ന് ആരംഭിക്കുന്ന, ജലത്തിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര പരിശുദ്ധ രക്തം കൊണ്ട്, പരിശുദ്ധ കുർബാന കൊണ്ട് പരിപോഷിക്കപ്പെട്ടാണ് നമ്മുടെ യാത്ര നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉറവിടം കുരിശിന്റെ ചുവടാണ്. അവിടെ നമ്മെ സഹായിക്കാൻ വ്യാകുലയായ ഒരു അമ്മയുണ്ടെന്ന് മറക്കരുത്. അവിടെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ഹൃദയം തുറന്ന് ഒരു ക്രിസ്തു ഉണ്ടെന്ന് മറക്കരുത്. നമ്മുടെ ഉറവിടം കുരിശിന്റെ ചുവട്ടിലാണ്. അതുകൊണ്ടാണ് സങ്കടങ്ങൾ വരുമ്പോൾ, വേദന വരുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാൻ ദൈവം നമുക്കൊരു കുരിശുമരം കാട്ടി തന്നത്. അത് ഇടർച്ചയുടെയോ അത് മോശത്തിൻ്റെയോ അടയാളമല്ല, പിന്നെയോ നമ്മുടെ സഹനങ്ങളൊക്കെ ഒപ്പിയെടുക്കുന്ന, നമ്മുടെ വേദനകളൊക്കെ തന്നിലേക്ക് വലിച്ചടുപ്പിക്കുന്ന കാന്തികമായ രക്ഷയുടെ അടയാളമാണ്. കുരിശ് ഉറവിടമാണെങ്കിൽ ആ കുരിശ് തന്നെയാണ് നമ്മുടെ മുന്നോട്ടുള്ള വഴി. ഈശോ പറയുന്നില്ലേ, അനുദിനം തന്നെ കുരിശെടുക്കാതെ ഒരുവനും എൻ്റെ പിന്നാലെ വരുവാൻ സാധിക്കില്ല, ഒരുവനും എൻ്റെ പിന്നാലെ വരുവാൻ സാധിക്കില്ല, എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ജീവിതത്തിൽ കുരിശില്ലെങ്കിൽ ഓർത്തോളണം, നമ്മുടെയൊക്കെ യാത്രയിൽ എവിടെയൊക്കെ നമുക്ക് വഴിതെറ്റിപ്പോയിട്ടുണ്ട്. കുരിശില്ലാത്ത യാത്രകളാണെങ്കിൽ നമ്മൾ ഒന്നിനും വേണ്ടി കുരിശെടുക്കുന്നില്ലെങ്കിൽ, കുരിശെടുക്കുക എന്നാൽ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്ന സഹനം മാത്രമല്ല, കർത്താവിന് വേണ്ടി ബോധപൂർവം നമ്മൾ എടുക്കുന്ന ഓരോ ശ്രമവും അതൊക്കെ കുരിശാണ്. വെറുതെ ഇരിക്കാനാണ് നമുക്കൊക്കെ ഇഷ്ടം. സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനാണ് മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ സ്വാഭാവികമായ തൃഷ്ണ. അങ്ങനെയെങ്കിൽ അതിന് ഘടകവിരുദ്ധമായി ഒരു കാര്യം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ ചെയ്യുമ്പോഴാണ് കുരിശ്. അല്ലാതെ നിരാശ തരുന്ന സങ്കടം വരുന്നത് മാത്രമല്ല കുരിശ്. ക്രിസ്തുവിന് വേണ്ടി ബോധപൂർവം നമ്മൾ ചെയ്യുന്ന ഓരോ ശ്രമവും കുരിശാണ്. അങ്ങനെ ഒരു കുരിശെടുക്കാതെയാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഓർക്കണം, നമ്മുടെ വഴി എവിടെയോ വെച്ച് മാറിപ്പോയിട്ടുണ്ട്. നാശത്തിലേക്ക് ചരിക്കുന്ന വഴി വിശാലമാണെന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. രക്ഷയിലേക്ക് ചരിക്കുന്നതാകട്ടെ ഇടുങ്ങിയ വഴിയാണ്. ഇടുങ്ങിയ വഴിയിലൂടെ ചരിക്കുന്നവർക്കാണ് രക്ഷയിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളത്. ഈശോ പറഞ്ഞത് നമ്മളെ ഓർമ്മിപ്പിക്കാനാണ്. ഈ വഴികൾ വിശാലമാകുമ്പോൾ, ഈ യാത്ര സുഗമമാകുമ്പോൾ നമ്മുടെ വഴി തെറ്റിപ്പോയിട്ടുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. മറിച്ച് യാത്രയിൽ ക്ലേശങ്ങളുണ്ടെങ്കിൽ, ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ യാത്ര ശരിയായ ദിശയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവന് വേണ്ടി നമ്മൾ എന്ത് ത്യാഗം ചെയ്തു? നമ്മുടെ സ്നേഹം യഥാർത്ഥത്തിൽ പ്രകടിക്കപ്പെടുന്നത് നമ്മൾ സഹിക്കപ്പെടല്ലേ? ഒരു കുടുംബത്തിന് വേണ്ടി ഒരപ്പൻ അധ്വാനിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഈ അധ്വാനത്തിൻ്റെ വേദനയല്ല, മറിച്ച് ആ അധ്വാനം തൻ്റെ കുടുംബത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ഒരപ്പനെ സംബന്ധിച്ചിടത്തോളം. ഒരമ്മ രാപകലില്ലാതെ തൻ്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി അധ്വാനിക്കുമ്പോൾ, കഷ്ടപ്പെടുമ്പോൾ ആ അമ്മ കാണുന്നത് തൻ്റെ വേദനയല്ല, മറിച്ച് തൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റലാണ്. അങ്ങനെയെങ്കിൽ ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ, ക്രിസ്തുവിന് വേണ്ടി ശ്രമിക്കാൻ, ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം നൽകാൻ എന്ത് ചെയ്യുന്നു എന്ന് ആത്മപരിശോധന ചെയ്യണം. അങ്ങനെ ഒരു ആത്മപരിശോധന ഇല്ലെങ്കിൽ വഴിതെറ്റിപ്പോയത് നമ്മൾ അറിയുകയുമില്ല, എത്തേണ്ടിടത്ത് എത്തിച്ചേരുകയുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 മിണ്ടാമഠങ്ങളെന്ന് നമ്മൾ വിളിക്കുന്ന കർമ്മലീത്ത സന്യാസിനികളുടെ ആവൃത്തി മഠത്തിൽ പോകാനായിട്ട് ഇടവന്നു. വിജയപുരം രൂപതയിലും
ഒന്ന് ആലപ്പുഴ രൂപതയിലുള്ള രണ്ടിടങ്ങളിലുള്ള കർമ്മലീത്ത സന്യാസിനികളുടെ മഠം മിണ്ടാമഠം എന്ന് നമ്മൾ വിളിക്കും. അവർ മിണ്ടാത്തത് കൊണ്ടല്ല, മറിച്ച് അവരെപ്പോഴും നിശബ്ദതയിലും പ്രാർത്ഥനയിലും ആവൃത്തിക്കുള്ളിലുമാണ് ജീവിക്കുന്നത്. അവർ വളരെ വിരളമായ അവസരങ്ങളിൽ ഒരു ഡോക്ടറെ കാണാനോ വോട്ട് ചെയ്യാനോ അല്ലാതെ ഒരു മഠത്തിൻ്റെ ഉമ്മറത്തേക്ക് പോലും ഇറങ്ങുകയില്ല. അവിടെ ഒരു സന്ദർശന മുറിയിൽ ഒരു ഗ്രില്ലിനപ്പുറത്തിരുന്നാണ് അവിടെ അവർ നമ്മളോട് സംസാരിക്കുക. നമുക്ക് എന്തെങ്കിലും തരണമെങ്കിൽ അവരവിടെ ഒരു കിളിവാതിൽ തുറന്ന് അതിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തരും. എന്നാൽ ഈ വെണ്ടാമ്പടത്തിൻ്റെ രണ്ടും കർമ്മലീത്ത മഠമായതുകൊണ്ട് തന്നെ നമ്മുടെ സന്ദർശന മുറിയിൽ ഈ ഗ്രില്ലിൻ്റെ മുകളിൽ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ദൈവത്തെ മാത്രം സന്തോഷിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവർക്ക് ഈ ഭവനം ഒരു സ്വർഗമാണ്. ദൈവത്തെ മാത്രം സന്തോഷിപ്പിക്കുന്നതിൽ പ്രസാദിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവർക്ക് ഈ ഭവനം ഒരു സ്വർഗമാണ്. ഒരിക്കലും പുറത്തു പോകാതെ, ലോകത്തിൻ്റെ നിറങ്ങളോ രുചികളോ ഒന്നും അറിയാതെ, മാംസം ഭക്ഷിക്കാതെ, ഒരു കൂട്ടം കന്യാസ്ത്രീകൾ, ഒരു കൂട്ടം സാധുക്കളായ സ്ത്രീകൾ എന്ന് നമ്മൾക്ക് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ധീരകളായ വനിതകൾ തങ്ങളെ തന്നെ ഒരു ആവൃത്തിയുടെ ഉള്ളിൽ പ്രാർത്ഥനയിലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിലും മാത്രം സന്തോഷം കണ്ടെത്തുവാൻ ഒതുക്കി നിർത്തുമ്പോൾ ലോകം പറയും, ഇതെന്തൊരു ഭ്രാന്ത്, ഇതെന്തൊരു ഭോഷത്വം, ഇതെന്തൊരു തോൽവി. എന്നാൽ ദൈവം പറയും, ഇവരാണ് നിധി കണ്ടെത്തിയ വിവേകിയായ മനുഷ്യൻ. അവൻ തനിക്കുള്ളതെല്ലാം വിറ്റു, തൻ്റെ ജീവിതം വിറ്റു, തൻ്റെ പ്രിയപ്പെട്ടവരെ വിറ്റു, തങ്ങൾക്ക് ലോകത്തിൽ അനുഭവിക്കാനും കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ടായിരുന്ന സുഖങ്ങളൊക്കെയും ആ വാതിലിൻ്റെയും ഗ്രില്ലിൻ്റെയും പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ട് കർത്താവിനെ പ്രതി ഒരു തടവുകാരനെ പോലെ ഒരു മഠത്തിൻ്റെ ആവൃത്തിയിൽ ജീവിക്കുന്നു. കാരണം അവരൊരു നിധി കണ്ടെത്തി, അവർ കുരിശിൽ ഒരു നിധി കണ്ടെത്തി. അവർക്ക് എവിടെ നിന്നാണ് സന്തോഷം? അവരുടെ മുഖത്ത് സൂര്യനുദിച്ച പ്രകാശവും ആനന്ദവുമാണ് ആത്മാവിൽ. കാരണം അവർ നിധി കണ്ടെത്തി, അവർ വഴി കണ്ടെത്തി. ക്രിസ്തുവിന് വേണ്ടി ഒരല്പം സഹിക്കേണ്ടി വരുമ്പോൾ നമുക്കൊക്കെ മുറുമുറുപ്പാണ്. ഒരു 5 മിനിറ്റ് നേരത്തെ പള്ളിയിലേക്ക് എത്താൻ നമ്മളോട് വികാരിച്ചം പറയുമ്പോൾ നമുക്കൊരു മുറുമുറുപ്പാണ് ഉള്ളിൽ. അച്ഛനത് പറഞ്ഞാൽ മതി, ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ വീട്ടിലെ ബുദ്ധിമുട്ട്, കൊച്ചുങ്ങളെ ഒരുക്കണം, ഭക്ഷണം പാകം ചെയ്യണം. എന്നാൽ ഇവിടെയൊക്കെയും നമ്മളുടെ ന്യായീകരണങ്ങളിൽ നമ്മൾ ആശ്വാസം കണ്ടെത്തുമ്പോൾ ക്രിസ്തു നമ്മളോട് ചോദിക്കുന്നുണ്ട്, നിന്റെ കയ്യിൽ എന്തുണ്ട്? നീ എന്ത് കൊണ്ടുവന്നു? നീ എന്ത് ചെയ്തു? പ്രിയമുള്ളവരെ, ഈ കുരിശിൽ ഈ രക്ഷയുടെ വഴി കണ്ടെത്തുമ്പോൾ, അത് തിരിച്ചറിയുമ്പോൾ മാത്രമേ ക്രിസ്തുവിന് വേണ്ടി ഒരു ചുവട് വയ്ക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളോട് ക്ഷമിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളോട് അല്ലെങ്കിൽ കുടുംബത്തിലെ ബന്ധുക്കളോട്, മിത്രങ്ങളോട്, അയൽവാസികളോട് ചിലപ്പോഴൊക്കെ തോറ്റുകൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അനുരഞ്ജനപ്പെടാൻ സാധിക്കുകയുള്ളൂ. സ്നേഹത്തോടെ പെരുമാറാൻ സാധിക്കുകയുള്ളൂ. അവരെ വിശക്കുന്നവനായി കാണാൻ സാധിക്കുകയുള്ളൂ. അവരുടെ എൻ്റെ ആവശ്യമുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഉദാരമായി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു തുറന്ന ഹൃദയത്തോടെ കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെയൊക്കെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതൊരു ജ്ഞാനമാണ്, അത് തിരിച്ചറിവാണ്. അത് ഈ കുരിശിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. കുരിശെന്നത് ക്രിസ്തുവിന് വേണ്ടി നമ്മളെടുക്കുന്ന ഓരോ ചുവടുവെപ്പും കുരിശാണ്. കാരണം അത് എളുപ്പമുള്ളതല്ല. പള്ളിയിലേക്ക് വരിക എന്നുള്ളതൊരു കുരിശാണ്. കാരണം എനിക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ ടി വി കണ്ടും പാട്ട് കേട്ടും ലോകത്തോടൊപ്പം ആനന്ദിച്ചും ആർത്തട്ടഹസിച്ച് നടക്കാൻ സാധിക്കുമായിരുന്നിടത്ത് അത് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പള്ളിയിലേക്ക് വരാൻ തയ്യാറായി. അതൊരു കുരിശാണ്. ഭർത്താവിനെ സ്നേഹപൂർവ്വം ശുശ്രൂഷിക്കാൻ, ഹൃദയം തുറന്ന് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാകുമ്പോൾ അതൊരു കുരിശാണ്. പക്ഷേ കുരിശിൽ ഒരു ക്രിസ്തീയമായ ആനന്ദം അനുഭവിക്കാൻ സാധിക്കണം. നമുക്കെതിരെ നിൽക്കുന്ന നമ്മുടെ ശത്രുക്കളോട് ക്ഷമിക്കാൻ സാധിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിൻ്റെ മുഖം നമ്മുടെ മുഖത്ത് കാട്ടിക്കൊടുക്കാനായിട്ട് സാധിക്കുമ്പോൾ അതൊരു കുരിശാണ്. അത് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ എളുപ്പമുള്ള ഒന്നല്ല. പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമ്മളുടെ വഴി അത് ശരിയായി മാറുന്നത്, അത് കുരിശിലേക്ക് എത്തുന്നതായി മാറുന്നത്. ഇനി ഈ കുരിശിൽ തന്നെയാണ് നമ്മുടെ രക്ഷ. ഈ
കുരിശിൽ തന്നെയാണ് നമ്മുടെ രക്ഷയും. കാരണം ഈ കുരിശ് നമുക്ക് ദൈവം നൽകിയത് സ്വർഗത്തിലേക്കുള്ള ഒരു ഗോവണി പോലെയാണ്. ഈ കുരിശിലൂടെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഗാഗുൽത്തായുടെ നെറുകയിൽ ഒരു കുരിശ് നാട്ടി നിർത്തിയത്. അത് യാക്കോബിന്റെ ഗോവണി പോലെ സ്വർഗത്തിലേക്ക് അന്ന് മാലാഖമാരാണ് കയറുകയും ഇറങ്ങുകയും ചെയ്തതെങ്കിൽ ഇന്ന് നമ്മൾ ഓരോരുത്തരുമാണ് ഈ കുരിശിന്റെ ഗോവണിയിലൂടെ സ്വർഗത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യേണ്ടത്. കയറുന്നത് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുപോകാൻ ഇറങ്ങി വരേണ്ടത് ഈ കുരിശിന്റെ സന്ദേശം ലോകത്തോട് വിളിച്ചു പറയാൻ. അവിടെയാണ് നമ്മളുടെ ലക്ഷ്യവും യാത്രയും പൂർത്തിയാകുന്നത്. അങ്ങനെ പൂർത്തിയായില്ലെങ്കിൽ ഈ യാത്ര കൊണ്ടോ ഈ കുരിശ് അനുഭവിക്കുന്നത് കൊണ്ടോ യാതൊരു ഫലവുമില്ലാതായി പോകും. കുരിശ് ഉയർക്കപ്പെടുമ്പോഴാണ് ശാപത്തിൽ നിന്ന് വിമുക്തമാകുന്നത്. നമ്മെ ഉയർപ്പിക്കുന്ന, ഈ ലോകത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മെ ഉയർപ്പിക്കുന്ന, ശാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്ന, പിശാചിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന ഒരായുധവും സമ്മാനവുമാണ് കുരിശെന്ന് നമ്മൾ മറന്നു പോകരുത്. അവിലായിലെ അമ്മ ത്രേസ്യ കുരിശിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: കുരിശിലാണ് രക്ഷ, കുരിശിലാണ് ജീവൻ, കുരിശിലാണ് നമ്മുടെ ശത്രുക്കൾക്കെതിരെയുള്ള സംരക്ഷണം, കുരിശിലാണ് സ്വർഗീയ മാധുര്യവും ആത്മാവിന്റെ ആനന്ദവും. അത് കണ്ടെത്തുക പ്രിയമുള്ളവരെ. ഓരോ ദിവസവും ഓരോ തിരുനാൾ ആഘോഷിക്കുമ്പോഴും കുറെ കൂടെ കുരിശിന്റെ ലാളിത്യവും കുരിശിന്റെ വെല്ലുവിളിയും കുരിശിന്റെ മാധുര്യവും ഒക്കെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ഒരു ചെറിയ കുരിശെങ്കിലും ഒരു ദിവസം സന്തോഷത്തോടെ എടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഈ കുരിശ് ഭൗമികമായി ഉയർത്തിപ്പിടിക്കുന്നതിൽ കുറെ കൂടെ അർത്ഥമുണ്ടാകും. അല്ലെങ്കിൽ നമ്മളൊക്കെ കുരിശിനെ മെരുക്കിയവരായിട്ട് മാറും. യഥാർത്ഥത്തിൽ കുരിശ് വളരെ കഠോരമാണ്. മരണത്തിന്റെ ഗന്ധമുള്ള ചോരയുടെ നനവുള്ളതാണ് കുരിശ്. ആരും ഇഷ്ടപ്പെടാത്ത ഒന്നാണ് കുരിശ്. പക്ഷേ ആ കുരിശിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ, ആ കുരിശിന്റെ രഹസ്യം തിരിച്ചറിയുമ്പോൾ നമ്മൾ അതിനെ ഉയർത്തിപ്പിടിക്കും. അല്ലെങ്കിൽ നമ്മൾ മൃഗങ്ങളെയൊക്കെ മെരുക്കുന്നത് പോലെ ഈ കഠിനമായ കുരിശിനെ ഭംഗി കൊണ്ട് മെരുക്കി ആഡംബരത്തിന് വേണ്ടി നമ്മളൊരു ആഘോഷത്തിന്റെ അലങ്കാരമാക്കി മാറ്റിവെക്കും. അങ്ങനെയാകാതെ യഥാർത്ഥത്തിൽ കുരിശെടുക്കുന്നവരാകാനുള്ള ശക്തി തരണമേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ കുരിശ് നമുക്ക് അഭിമാനത്തിനും രക്ഷയ്ക്കും കാരണമാകും. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രിയ സഹോദരരെ, നമ്മുടെ പരിത്രാണത്തിന്റെ രഹസ്യം ആഘോഷിക്കാനായി നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ജീവന്റെയും ഇരുറവിൽ നിന്ന് ലോകം മുഴുവൻ പാനം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, തിരുസഭയെ നയിക്കുന്ന ലയോ 14 പാപ്പയെയും രൂപതയെ നയിക്കുന്ന അംബ്രോസ് പുത്തമ്പറ്റിൽ പിതാവിനെയും ഞങ്ങളുടെ പ്രിയ വികാരി ജോയി അച്ഛനെയും ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ജോമിറ്റ് അച്ഛനെയും വചനപ്രഘോഷണം നടത്തിയ റോഡൻ അച്ഛനെയും മറ്റു സഹവൈദികരെയും സന്യസ്തരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ജനങ്ങളെ വിശ്വാസത്തിൽ വളർത്തുവാനും ക്രിസ്തുവിൻ്റെ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തുവാനും സഭയിലെ എല്ലാ ശുശ്രൂഷകർക്കും, പ്രത്യേകിച്ച് യുവജന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അങ്ങയുടെ കൃപയും ശക്തിയും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹസമ്പന്നനായ ദൈവമേ, ലോകമെമ്പാടുമുള്ള യുവജനങ്ങളെ അങ്ങേ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു. അവർക്ക് നല്ല ഭാവിയും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള വിവേകവും ജീവിതത്തിൽ വെല്ലുവിളികളെ നേരിടാനുള്ള ധൈര്യവും നൽകണമേ. അങ്ങയുടെ വഴികളിൽ നടക്കാനും സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനും അവർക്ക് പ്രചോദനം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലനന്മസ്വരൂപനായ ദൈവമേ, രോഗം, വാർദ്ധക്യം, ദാരിദ്ര്യം തുടങ്ങിയ ബുദ്ധിമുട്ടുകളാൽ ക്ലേശിക്കുന്ന എല്ലാവരുടെയും മേൽ കരുണയായിരിക്കണമേ. അവരുടെ ജീവിതത്തിൽ
കടന്നു ചെന്ന് അവരെ പ്രത്യാശയിലേക്ക് നയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവെ, അങ്ങേക്ക് നന്ദി അർപ്പിക്കാനായി ഈ ബലിവേദിക്കും ചുറ്റും അണിഞ്ഞിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേ തിരുക്കരങ്ങളിലെ സമർപ്പിക്കുന്നു. അങ്ങേക്ക് വേണ്ടി സഹിക്കാനും യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി അങ്ങേക്ക് സാക്ഷ്യം വഹിക്കാനും കൃപ നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള ദൈവമേ, അങ്ങേ കുരിശിന്റെ മഹത്തീരണ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന ജലോത്സവവും ഭംഗിയായി തീരുന്നതിന് അനുയോജ്യമായ കാലാവസ്ഥ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യനായ ദൈവമേ, അകാലത്തിൽ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ എല്ലാ സഹോദരി സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ഞങ്ങൾ അങ്ങയുടെ അനന്തമായ കരുണയിൽ സമർപ്പിക്കുന്നു. അവർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുകയും അങ്ങേ തിരുമുഖം ദർശിക്കുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുവാനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ.
സഹോദരന്റെയും നിങ്ങളുടെ സർവശക്തനും പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, കുരിശിന്റെ അൾത്താരയിൽ സർവ്വലോകത്തിന്റെയും പാപങ്ങൾ നീക്കുന്ന ഈ കാഴ്ചയെ കാണാൻ ഞങ്ങളുടെ എല്ലാ തിന്മകളിൽ നിന്ന് ശുദ്ധീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. പൂജിതനേ ക്രിസ്തുനാഥൻ വഴി എങ്ങുമെന്നേരവും ഭക്തിയോടെ നന്ദി ചൊല്ലാം. ആയുധയുദ്ധവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗത്പിതാവേ. മനുഷ്യ പാപങ്ങളെ മരിച്ചനാഥ താമരമൃത്യുവേ പ്രഖ്യാപനം ചെയ്ത് മേവിടൂ ഈ ജനം ആർത്തഭക്ത്യാ. തന്നുയർപ്പിങ്കൽ ഉറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടിവരുത് ഘോഷിക്കുന്നു. നിൻവരവങ്ങിനെ പ്രത്യാശയോടിവർ എന്നെന്നും ഈ മണ്ണിൽ കാത്തിരിപ്പൂ. ആകയാലോട് വായ്പോടെ വാഴുവാൻ സ്വർഗീയ നായക മാലാഖമാർ ദിവ്യപ്രതാപമാ അങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ഗാനത്തോടൊന്നിച്ചു ഞങ്ങളും
സമർപ്പിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ 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 സൈന്യങ്ങളിലും കർത്താവായ ദൈവം പരിശുദ്ധൻ. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഈ അപ്പത്തോടും വീടിനോടും ഒപ്പം നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട ക്ലോഡിനച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാം ഉറവിടമായിട്ടുള്ള കുരിശിലേക്ക്, നമ്മുടെ അനുദിന കുരിശുകളാകുന്ന എല്ലാ അവസ്ഥകളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, കുരിശുകൾ ഒരിക്കലും മാറിപ്പോകാതെ ആ കുരിശുകളെ അങ്ങ് എപ്രകാരമാണോ സ്വീകരിച്ചത്, അങ്ങ് എപ്രകാരമാണോ ആ കുരിശുകൾ നിങ്ങളുടെ വിശുദ്ധീകരണത്തിൻ്റെ, മഹത്വീകരണത്തിൻ്റെ, നീതിമത്കരണത്തിൻ്റെ ഉറവിടമാക്കി മാറ്റിയത്, അതുകൊണ്ട് എൻ്റെ അനുദിന കുരിശുകളെയെല്ലാം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിശുദ്ധീകരണത്തിനും മഹത്വീകരണത്തിനും നീതിമത്കരണത്തിനും ഉതകുന്ന രീതിയിൽ അങ്ങ് മാറ്റണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ 3 വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളും ഈ നിമിഷം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു. ആകയാൽ മഞ്ഞുഗണം ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം രക്തവുമായി
പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. പ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലേയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ അംബ്രോസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനിക മറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട അവസരത്തിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. Este video matriz omnipotente, in unitate Spiritus Sancti, omnes foro et gloria, et omnia saecula saeculorum. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായ ദിവ്യോപദേശ
കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ഈ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ദൈവത്തിൻ കുഞ്ഞാടിന ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിൻ ദിവ്യമായ ഈ വിരുന്നിൽ ക്ഷണിതാക്കളോടാം ഭാഗ്യവാന്മാർ. ും
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങേ ദിവ്യവിരുന്നാൾ പരിപോഷിതരായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവനായകമായ കുരിശുമരം വഴി അങ്ങ് വീണ്ടെടുത്തവരെ ഉയർപ്പിന്റെ മഹിമയിലേക്ക് ആനയിക്കണമേ. എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുരിശിൻ്റെ തിരുനാൾ ദിനത്തിൽ ഇന്ന് പരിശുദ്ധ ബലിയർപ്പിച്ച നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട എല്ലാ വൈദികർക്കും ഈ അവസരത്തിൽ ആത്മാർത്ഥമായ നന്ദി അർപ്പിക്കുകയാണ്. ഇന്ന് നോട്ടീസിലുള്ളതുപോലെ ഇന്ന് ബലിയർപ്പിച്ചാൻ പ്രാർത്ഥിക്കേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട ചില്ലിട്ടശ്ശേരി ആന്റണി ചില്ലിട്ടശ്ശേരി അച്ഛനാണ്. അച്ഛനെ കഴിഞ്ഞ രാവിലെ വിളിച്ചിരുന്നു. അപ്പോൾ അച്ഛൻ തീരെ അസുഖമായി, ശാരീരികമായി അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. ശാരീരികമായി ഒച്ചയും ഒക്കെ അടഞ്ഞിരിക്കുകയാണ്. ശാരീരിക പ്രയാസമുണ്ടായിരുന്നു. എനിക്ക് ചിലപ്പോഴേ വരാൻ പറ്റുകയുള്ളൂ. ഞാൻ എൻ്റെ വികാരിയായ ജോബിറ്റ് അച്ഛനെ ബലിയർപ്പിക്കുവാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ആശുപത്രിയിൽ ചെല്ലട്ടെ, വരാതായിട്ട് പരമാവധി പരിശ്രമിക്കും എന്ന് അച്ഛനോട് പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് അച്ഛൻ വീണ്ടും വിളിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു, എനിക്ക് വരാനായിട്ട് സാധിക്കില്ല, ഞാൻ ജോബിറ്റ് അച്ഛനെ, എൻ്റെ കൊച്ചച്ഛനെ വിടുകയാണ്. അദ്ദേഹം പരിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെയാണ് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന സഹായം അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് വേണ്ടി വികാരിയച്ഛന് വേണ്ടി ബലിയർപ്പിക്കുവാനായിട്ട് കൊച്ചച്ഛൻ നമ്മുടെ ദേവാലയത്തിൽ വന്ന് പരിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. നമുക്കെല്ലാവർക്കും സുപരിചിതനാണ് ബഹുമാനപ്പെട്ട ജോബിറ്റ് നടുവില അച്ഛൻ. നമ്മുടെ ഗോതരത്ത് ഇടവക അംഗമാണ് അദ്ദേഹം. ഇന്ന് ഇവിടെ വന്ന് പരിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട ജോബിറ്റ് അച്ഛന് എല്ലാവരുടെയും പേരിൽ എൻ്റെ ഹൃദ്യമായ പ്രസിദ്ധിമാരുടെയും ഇടവക ജനങ്ങൾ എല്ലാവരുടെയും പേരിൽ എൻ്റെ ഹൃദ്യമായ നന്ദി അർപ്പിക്കുകയാണ്. ഇന്ന് വചന പ്രഘോഷണം നിർവഹിച്ചത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ ബഹുമാനപ്പെട്ട ക്ലോഡിൻ ബിബേര അച്ഛനാണ്. അദ്ദേഹം നമ്മുടെ രൂപതയുടെ ആശുപത്രിയായ ഡോൺ ബോസ്കോ ആശുപത്രി ഡയറക്ടറാണ്. വളരെ സന്തോഷത്തോടെയാണ് അച്ഛൻ നമ്മൾ പരിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്നും വചന സന്ദേശം നൽകണമെന്നും അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ അതിന് സമ്മതിക്കുകയും തിരക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടോ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പരിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചും വചന സന്ദേശം നൽകി. വിശുദ്ധ കുരിശിനെ കുറിച്ച് അദ്ദേഹം വളരെ ലളിതമായി എന്നാൽ വചനാധിഷ്ഠിതമായി നമ്മളോട് സംസാരിക്കുകയായിരുന്നു. അതിലേറെ പ്രസക്തമായി തോന്നിയ ഒരു വാക്യം അദ്ദേഹം ക്ലോയിസ്റ്റർ മഠത്തിൽ ചെന്നപ്പോൾ അവിടെ എഴുതി വച്ചിരുന്ന വാക്യമാണ്.
അത് ഇപ്രകാരമാണ് അദ്ദേഹം പറയുന്നത്: ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവർക്ക് ഇവിടം സ്വർഗമാണ്. വാസ്തവത്തിൽ കുരിശ് എടുക്കാനായിട്ട് ഉള്ള വലിയ ഒരു പ്രചോദനവും ശക്തിയും ഈ വാക്കിൽ, ഈ വചനത്തിൽ അടങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ട് ആ സന്യാസിനിമാർ ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ സന്തോഷങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തങ്ങളുടെ ജീവിതം കാരണമാകണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ അവർ അനുഭവിക്കുന്ന ഒരു സ്വർഗീയ ആനന്ദം ഒരുപക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വാസ്തവത്തിൽ അച്ഛൻ്റെ സന്ദേശത്തിലൂടെ ഈ ആനന്ദത്തിലേക്ക് കുരിശെടുക്കുമ്പോൾ ഈ ആനന്ദത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുപോകുവാനായിട്ട് ആഹ്വാനം ചെയ്യുകയായിരുന്നു ക്ലോഡിനച്ഛൻ. ബഹുമാനപ്പെട്ട അച്ഛൻ എല്ലാവരുടെയും പേരിൽ, എല്ലാ പ്രസിഡന്റുമാരുടെയും എല്ലാ ഇടവക ജനങ്ങളുടെയും പേരിൽ എൻ്റെ ഹൃദ്യമായി അച്ഛന് നന്ദി അർപ്പിക്കുകയാണ്. വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം അച്ഛനും അതിൻ്റെ പ്രവർത്തന മേഖലയിൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ജോമിനച്ഛൻ്റെയും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണത്തിൽ ലഭിക്കുന്നു. അച്ഛൻ്റെ പ്രവർത്തന മേഖലയിൽ എപ്പോഴും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം സഹകാർമ്മികരായിരിക്കുന്ന വൈദികർ, നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട നമ്മുടെ ഇടവക അംഗങ്ങളാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും നമുക്ക് വേണ്ടി പരിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മളോടൊപ്പമുണ്ട്. വളരെ സന്തോഷത്തോടെയാണ് ഈ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ഈ ദേവാലയത്തിലേക്ക് വരുന്നത്, നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിൽ സന്തോഷം, ആനന്ദവും അദ്ദേഹം പറയുവാൻ ഈ ദേവാലയത്തിൽ വന്ന്, വിശുദ്ധ കുരിശിൻ്റെ ദേവാലയത്തിൽ വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷവും ആനന്ദവും അച്ഛനും എൻ്റെ ഹൃദ്യമായ ജോസഫ് അച്ഛൻ എൻ്റെ ഹൃദ്യമായ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഇടവക അംഗങ്ങളായ ബഹുമാനപ്പെട്ട ഗിൽബർട്ട് അച്ഛൻ, ബഹുമാനപ്പെട്ട വിപിൻ അച്ഛൻ, അതുപോലെ ലെനിൻ അച്ഛൻ, എല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദി അർപ്പിക്കുകയാണ്. വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം അവർക്കും അവരുടെ പ്രവർത്തന മേഖലയിൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ദൈവബലിക്ക് നേതൃത്വം നൽകിയത് നമ്മുടെ ഇടവകയിലെ യുവജനങ്ങളാണ്. അവർക്ക് നന്ദി പറയുന്നു. നാളെ ദയവായ എല്ലാ പ്രസിദ്ധന്മാരും ഓപ്പൺ ധരിച്ച് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാളെ വേസ്പരയുടെ ദിനമാണ്. എല്ലാ പ്രസിദ്ധന്മാരും ദൈവബലിയിൽ പങ്കെടുക്കുവാൻ ഓപ്പകൾ ധരിച്ച് എത്തുവാനായിട്ട് പരിശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നാളെ വരുമ്പോൾ എല്ലാവരും ഓരോ മെഴുകുതിരി കൂടെ കൊണ്ടുവരിക. നാളെ നമുക്ക് വേണ്ടി പരിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അഭിനന്ദനാണ് ഡോക്ടർ ഡെന്നിസ് കുറുക്കശ്ശേരി പിതാവാണ്. പിതാവിനെ സ്വീകരിക്കുവാനായിട്ട് എല്ലാവരും നേരത്തെ വരിക. 5:15 വൈകിട്ട് 5:15 അദ്ദേഹത്തെ സ്വീകരിക്കുവാനായി എല്ലാവരും എത്തേണ്ടത്. ഇപ്പോൾ പ്രസിദ്ധന്മാരെല്ലാവരും ഓപ്പൺ ധരിച്ച് പിതാവിനെ സ്വീകരിക്കുവാനായിട്ടുണ്ടാകണം. അതുപോലെ അഭിനന്ദാസ് പിതാവിനെ സ്വീകരിച്ച പോലെ തന്നെ ഡെന്നിസ് പിതാവിനെ സ്വീകരിക്കുവാൻ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഇടവക സമൂഹം ഒരുമിച്ച് ചേർന്നുകൊണ്ട് അഭിനന്ദ പിതാവിനെ സ്വീകരിക്കുവാനായിട്ടുണ്ടാകണം എന്ന് ഓർപ്പിക്കുകയാണ്. നാളെ 5:15 ഡെന്നിസ് പിതാവിനെ നാം സ്വീകരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ഇടവകയിൽ ആദ്യമായി ക്രിസ്ത്യൻ ജാർജായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് അഭിനന്ദ പിതാവ്. അപ്പോൾ നമ്മളോടുള്ള സ്നേഹത്തെ ഹൃദയം
ആണ് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ഇവിടെ വരുന്നത്. തീർച്ചയായും നമുക്ക് അഭിമാനകരമായ സന്തോഷപൂർണ്ണമായ ഒരു സ്വീകരണം നൽകണം. അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കണം. നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തോട് ഒന്നിച്ച് ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് 5:15 എല്ലാവരും ഒത്തുമാറായിട്ട് ഓർപ്പിക്കുകയാണ്. നമ്മളെ വചന സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട ജോസ് തോമസ് ഓക്ക അച്ഛനാണ്. നാളെ ദൈവബലിക്ക് നേതൃത്വം നൽകുന്നത് SSC ക്ലബ്ബ് ആണ് എന്ന് ഓർപ്പിക്കുകയാണ്. തുടർന്ന് പ്രദക്ഷിണവുമായി 28-ാം തീയതി ഞായറാഴ്ച തിരുനാൾ ദിനമാണ്. അന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോഗോസ് പരീക്ഷ നടക്കുന്ന ദിനവുമാണ്. 28-ാം തീയതി ലോഗോസ് പരീക്ഷ നടക്കുന്ന ദിനമാണ്. മാറ്റിവെക്കുവാനായിട്ട് സാധിക്കുകയില്ല. എല്ലായിടത്തും ഒരേ സമയം ഒരേ ദിവസം നടക്കുന്ന പരീക്ഷയാണ് ലോഗോസ് പരീക്ഷ, ലോഗോസ് ക്വിസ് പരീക്ഷ. അതുകൊണ്ട് എല്ലാവരും പേരെടുത്തിരിക്കുന്ന എല്ലാ കുട്ടികളും മുതിർന്നവരും പരീക്ഷ എഴുതുവാനായിട്ട് പരിശ്രമിക്കുക. വള്ളംകളിയുടെ സമയമാണ്. അതുകൊണ്ട് 1:30 തന്നെ എല്ലാവരും ഹാജരാകണം. നമ്മൾ സ്കൂളിൽ വെച്ചാണ് പരീക്ഷ നടത്തുന്നത്. അപ്പോൾ 1:30 തന്നെ എല്ലാവരും ഹാജരാകുക, പരീക്ഷാ ഹാളിൽ എത്തുക. 3:30 വരെ ആയിരിക്കും പരീക്ഷ. അപ്പോൾ പരീക്ഷ കഴിഞ്ഞ് നമുക്ക് വള്ളംകളിയിൽ കാണുവാനായിട്ട് സാധിക്കും എന്ന് ഓർപ്പിക്കുകയാണ്. നന്നായി ഒരുങ്ങി പരീക്ഷ എഴുതുവാനായിട്ട് എല്ലാവരും തയ്യാറാവുക. ദൈവവിശേഷം തന്നെ ഇടവക ദിനാഘോഷവും കലാപരിപാടികളുമാണ് കമ്മ്യൂണിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന എല്ലാ കമ്മ്യൂണിറ്റികളും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന പരിപാടികളാണ്. നമുക്ക് കാലാവസ്ഥ അനുകൂലമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നലെ ചെറിയ അവസാന സമയത്ത് കുറച്ച് മഴ വന്നത് കാരണം നമുക്ക് പ്രതികൂലമായി സാധിച്ചു. ഇന്ന് അപ്രകാരം ഉണ്ടാകാതിരിക്കാനാണ് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പരിപാടികൾ കാണുവാനും പങ്കെടുക്കുവാനും നിങ്ങളെ സ്നേഹവും എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ദീപബലി കഴിഞ്ഞ് ഉടനെ തന്നെ പരിപാടികൾ ആരംഭിക്കുന്നതാണ് എന്ന് ഓർപ്പിക്കുകയാണ്. സമാപന ആശീർവാദം സ്വീകരിക്കുവാനാണ് നമുക്ക് എഴുന്നേറ്റ് നൽകാം. സ്നേഹമുള്ളവരെ, നമ്മുടെ ഒരു വാക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതൊരു ദൈവനിയോഗമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ഈ ഇടവകയും ഈ ഇടവക ജനവും ഒരിക്കലും എനിക്ക് അന്യമല്ല. കാരണം എൻ്റെ ഇടവക ഗോതിരത്ത് സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി തന്നെയാണ്. അപ്പോൾ ഇവിടെ ബലിയർപ്പിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയതിന് അത് തിരുനാൾ ദിനങ്ങളിലാകുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് ആദ്യമേ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ആൻ്റണി ചില്ലിശ്ശേരിയച്ഛൻ്റെ അഭാവത്തിൽ എന്നെ സ്വീകരിച്ചതിന് ബഹുമാനപ്പെട്ട വികാരിച്ചനെ പ്രത്യേകം നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ വളരെ ശാന്തനായി ഇരുന്നുകൊണ്ട് ഔസേപിതാവിനെ കണക്ക് ഓരോ കാര്യങ്ങളും യഥോചിതം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു വികാരിച്ചനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ദിവ്യബലിക്കായിട്ടും അതോടൊപ്പം തന്നെ വചനപ്രഘോഷണത്തിനായിട്ട് ലോഡിനച്ഛനെ ക്ഷണിച്ചതിനും അതോടൊപ്പം തന്നെ മറ്റ് വൈദികരെല്ലാവരെയും പ്രത്യേകപൂർവ്വം സ്വീകരിച്ചതിന് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിച്ചതിന് നല്ലൊരു കൈയടി കൊടുത്ത് ഒത്തിരി കാര്യങ്ങൾ ഇടവകയിൽ ഈശോയുടെ നാമത്തിൽ ചെയ്യാൻ സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവർക്കും പ്രത്യേകമായിട്ട് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ എല്ലാ സമാശ്വാസത്തിന്റെയും ദൈവം നിങ്ങളുടെ ദിനങ്ങൾ തന്റെ സമാധാനത്തിൽ മരണപ്പെടുത്തുകയും തന്റെ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിൽ അനുഗ്രഹത്തിന്റെ ദാനം നിങ്ങൾക്ക്
കുരിശിന്റെ വിമാറിയുയർന്നിതാ ക്രൂശിതനാഥന്റെ തിരുസന്ദേശം. കുരിശിന്റെ വിമാറിയുയർന്നിതാ ക്രൂശിതനാഥന്റെ തിരുസന്ദേശം. കുരിശിന്റെ ഉയർന്നിതാ ക്രൂശിതനാഥന്റെ തിരുസന്ദേശം. ശ്രമിക്കണമേ നാഥാ, ഓർക്കണമേ നാഥൻ കേൾക്കുന്നു മാപ്പേയനെ. അറിവില്ലാതെ വച്ചേയും അപരാധം. കുരിശിന്റെ ഉയർന്നിതാ ക്രൂശിതനാഥന്റെ തിരുസന്ദേശം. ക്രൂശിതനാഥന്റെ തിരുസന്ദേശം. ശ്രമിക്കണമേ നാഥാ, ഓർക്കണമേ